Main guy was Fahad. I really loved his movies and Fahad Fazil is a star everywhere because or a Malayalam film or a Bengali film. കേരളത്തിൻ്റെ സ്വത്ത് മാത്രമല്ല ഇപ്പോൾ അത് സൗത്ത് ഇന്ത്യൻ നാഷണൽ പ്രോപ്പർട്ടിയായി അദ്ദേഹം. മകനെ സിനിമയിലെത്തിക്കാൻ ഒരപ്പൻ്റെ കഷ്ടപ്പാട്. പറ്റാത്ത പണി എടുക്കണോ മോനെ തുടങ്ങി അന്ന് അവൻ കേട്ടതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. സങ്കടവും നിരാശയും അവനെ ആകെ വരിഞ്ഞു മുറുക്കി. സിനിമ തനിക്ക് പറ്റിയ പണിയല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ അതിനൊരു രണ്ടാം ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് വിമർശിച്ചവർ പോലും കരുതി കാണില്ല. പിന്നെ സിനിമയുടെ ക്രീസിൽ അയാൾ അടിച്ചു കൂട്ടിയ ബൗണ്ടറികൾക്ക് കണക്കുണ്ടായിരുന്നില്ല. ഇന്ന് തെന്നിന്ത്യയിലെ മിന്നും സ്റ്റാറാണ് അയാൾ, ഫഹദ് ഫാസിൽ. പ്രിയപ്പെട്ടവർ ഫഫ എന്ന് ചുരുക്കി വിളിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിൽ കേരളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ നടൻ എന്ന ഖ്യാതി ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ സമകാലികരായ നടന്മാരെ പോലെ വലിയ പ്ലാനും പദ്ധതിയും ഒന്നുമില്ലാതെയാണ് ഫഹദ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനായത്. വിക്രമും പുഷ്പയും ഫഹദ് എന്ന താരത്തിന് പാൻ ഇന്ത്യൻ തലത്തിലുണ്ടാക്കിയ മൈലേജ് വളരെ വലുതാണ്. അതുതന്നെയാണ് ബിഗ് ബജറ്റ് മാസ് എൻ്റർടൈൻമെൻറ്റ് ചിത്രങ്ങളിൽ ഫഹദ് ഒരു ചോയ്സ് ആവുന്നത്. ടാലൻ്റാണ് അദ്ദേഹം. ഫഹദ് എൻ്റെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പ്രേക്ഷകരുടെയും. അത് കേരളത്തിൻ്റെ സ്വത്ത് മാത്രമല്ല, ഇപ്പോൾ ഫഹദ് ഒരു സൗത്ത് ഇന്ത്യൻ നാഷണൽ പ്രോപ്പർട്ടിയായി അദ്ദേഹം. ആദ്യ ചിത്രത്തിലെ പരാജയത്തിന് ശേഷം നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള കഫേ എന്ന ആന്ത്രോളജി ചിത്രത്തിലെ മൃത്യുഞ്ജയം എന്ന സെഗ്മെൻറ്റിലെ ജേർണലിസ്റ്റായാണ് ഫഹദ് സിനിമയിൽ തിരിച്ചുവരവ് നടത്തുന്നത്. പിന്നീടൊരു തിരിച്ചുപോക്ക് അയാൾക്കുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അയാൾ ഓടിക്കയറിയത് മലയാളത്തിലെ മുൻനിര നായകന്മാർ ഇരിപ്പുറപ്പിച്ചെടുത്താണ്. ഒരു കസേര തനിക്കായി പണിത് അയാൾ അതിൽ കയറിയിരുന്നു. മലയാളത്തിൽ നിന്നും ഒരു ഇൻ്റർനാഷണൽ ആക്ടർ എന്ന് വിളിക്കാൻ കഴിയുന്ന നടനായി ഫഹദ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു താരശരീരം അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏത് കഥാപാത്രങ്ങളിലേക്കും ഒരു പതറലുമില്ലാതെ കയറിയിരിക്കാൻ പാകപ്പെട്ട ഒന്ന്. അതുകൊണ്ടാണ് സിനിമകളിൽ ഫഹദിനെ കാണാത്തത്. നോക്കൂ, രംഗണ്ണൻ ഒരു പൊടിക്ക് മാറിപ്പോയാൽ കയ്യിൽ നിന്ന് പോകുന്ന ഒന്ന്. എന്നിട്ടും നാടുവിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് പലപ്പോഴും രക്ഷരാവുന്നതിലേക്ക് അവരത് എളുപ്പത്തിൽ കണക്ട് ചെയ്തത് ഫഹദിൻ്റെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ്. താൻ പരാജയത്തിൽ നിന്നാണ് തുടങ്ങിയതെന്ന ഫഹദിൻ്റെ ബോധ്യമാണ് അയാൾ തന്നിലെ നടനെ മിനുക്കിയെടുക്കുന്നതിൻ്റെ ഒരു കാരണം. ഫഹദ് അത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. പിതാവ് ഫാസിൽ സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ കയ്യെത്തുന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് സിനിമയിലേക്ക് എത്തുന്നത്. ചിത്രം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു നടനെന്ന നിലയിൽ ചിത്രത്തിലെ പ്രകടനത്തിന് നിരവധി വിമർശനങ്ങളാണ് അയാൾ നേരിട്ടത്. ഇനി സിനിമയിലേക്കില്ല എന്ന് ഉറപ്പിച്ചു. നേരെ അമേരിക്കയിലേക്ക് വിമാനം കയറി. അവിടെ 8 വർഷം എഞ്ചിനീയറിംഗ് പഠനവും അത് വിട്ട് ഫിലോസഫിയും. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് മാത്രമായിരുന്നു ഫഹദിൻ്റെ ചിന്ത. ഫഹദിൻ്റെ അടുത്ത സർക്കിളിലുള്ളവരെല്ലാം സിനിമയിൽ സജീവമാണ്. അങ്ങനെയാണ് ഫഹദിൻ്റെ രണ്ടാം ഇന്നിങ്സിന് തുടക്കമാവുന്നത്. കേരള കഫയുടെ എഴുത്ത് ജോലികളിൽ ഓരോ സംവിധായകരും ഇരിക്കുന്ന ഘട്ടമാണ്. ഫഹദും ആ എഴുത്തുപണിക്കൊപ്പം കൂടി. മൃത്യുഞ്ജയത്തിലേക്കുള്ള ഫഹദിൻ്റെ എൻട്രി. ശരിക്കും അന്നാണ് യഥാർത്ഥത്തിൽ ഫഹദിൻ്റെ റീഇൻട്രൊഡ്യൂസ് ഉണ്ടാവുന്നത്. ആ വരവിനെക്കുറിച്ച് ഫഹദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചുവരവിൽ വീണ്ടും അഭിനയിക്കുക എന്നത് എൻ്റെ വിദൂര ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചതാണ്. 8 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിൽ അഭിനയത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരുന്നു. തിരിച്ചു വന്നിട്ട് ആ മനസ്സിലാക്കിയത് ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിഷ്ടമായി. അതെനിക്ക് സർപ്രൈസായിരുന്നു. വർക്ക് ചെയ്ത റൂട്ട് കൃത്യമായിരുന്നില്ലേ എന്ന ഫീലായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ചാപ്പാക്കുരിശ്, 22FK, ഡയമണ്ട് നെക്ലസ് എന്നിങ്ങനെ സിനിമകൾ സംഭവിച്ചു. പ്രേക്ഷകരുമായി ഒരു വിശ്വാസം സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നത് ചെയ്യാനാണ് എനിക്കിഷ്ടം. 100 കോടി ക്ലബിൽ കയറുന്നതിലല്ല, പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നതിനാണ് മുൻതൂക്കം. എന്തുകൊണ്ട് ഫഹദ്? പരമ്പരാഗതമായി ഹീറോകൾ വഹിക്കാത്ത സ്വഭാവ സവിശേഷതകൾ കാണാനാവുന്നതാണ് ഫഹദ് കഥാപാത്രങ്ങളുടെ പ്രത്യേകത. ഫഹദ് തൻ്റെ കണ്ണുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് അതിലൊന്ന്. ഒട്ടുമിക്ക സിനിമകളിലും ഫഹദിൽ നിന്നുണ്ടാവുന്നതും ഇതാണ്. വികാരനിർഭരമായി കണ്ണുകൾ ഉപയോഗിക്കുന്ന രീതിയും തിരക്കഥയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താറുണ്ട്. മാലിക്കിലെ വ്യത്യസ്ത കാലഘട്ടത്തിലെ ഫഹദിൻ്റെ കഥാപാത്രങ്ങളെല്ലാം കണ്ണുകൊണ്ട് ഈ അത്ഭുതം തീർത്തിട്ടുണ്ട്. ചിത്രത്തിലെ തീരമേ എന്ന് തുടങ്ങുന്ന പാട്ടിലെ പ്രണയരംഗങ്ങൾ നോക്കൂ. എല്ലാം കണ്ണിലൊളിപ്പിച്ചാണ് അയാൾ പകർന്നാടുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് അന്നയും റസൂലും. ഇന്ന് റീൽസിൽ നിറയുന്ന ആ ചിത്രത്തിലെ ഒരു പ്രണയ സീനുണ്ട്. സമയം കുറേയായി, ഞാൻ പോവട്ടെ എന്ന് അന്ന റസൂലിനോട് പറയുന്ന ആ സീൻ. അപ്പോൾ കുറച്ചുകൂടി എന്ന് പറയുന്ന റസൂലിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാൽ അത് കാണാം. കഥാപാത്രങ്ങളുടെ ശാരീരികമോ മാനസികമോ ആയ വൈകാരികതയെ എളുപ്പത്തിൽ തൻ്റെ താരശരീരത്തിലേക്ക് എടുക്കുന്നതാണ് ഫഹദിൻ്റെ മറ്റൊരു പ്രത്യേകത. ദേഷ്യവും സങ്കടവും എളുപ്പത്തിൽ ഉടലാകമാനം നിറയുന്ന തരത്തിലാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ നിറയുക.
മാലിക്കിലെ സുലൈമാനെയും ആവേശത്തിലെ രംഗണ്ണനെയും നോക്കൂ. ദേഷ്യവും സങ്കടവും നിസ്സഹായാവസ്ഥയും കാണുന്ന പ്രേക്ഷകരിലേക്ക് കൂടി നിറക്കുകയാണ് ഫഹദ്. ആവേശത്തിൽ രംഗൻ കരയുന്ന സീനിൽ ഫഹദിന് 2 ഉത്തരവാദിത്തമുണ്ട്. പ്രേക്ഷകർ ചിരിക്കണം, അതേസമയം രംഗൻ അനുഭവിക്കുന്ന മാനസിക വ്യത കിട്ടുകയും വേണം. അത് അതേ അർത്ഥത്തിൽ പ്രേക്ഷകന് കിട്ടിയതുകൊണ്ട് കൂടിയാണ് ആവേശം അങ്ങനെ ഹിറ്റായത്. പുതുതലമുറ സിനിമ ആവശ്യപ്പെടുന്ന എല്ലാം ഫഹദിൻ്റെ ഉടലിൽ ഉണ്ട് എന്നതാണ് മറ്റൊന്ന്. വല്ലാത്തൊരു എനർജിയിലാണ് അയാൾ കഥാപാത്രങ്ങളെ സ്ക്രീനിലെത്തിക്കുന്നത്. സുലൈമാനും ജോജിയും വരത്തിനിലെ എബിയയും നോക്കൂ, അങ്ങനെ അഗ്രസീവ് അല്ല, എന്നിട്ടും പ്രേക്ഷകന് അവർ അങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുന്നു. ട്രാൻസും ആവേശവും നോക്കൂ, കഥാപാത്രത്തിൻ്റെ എനർജി ശ്രദ്ധിച്ചില്ലേ? അഴിഞ്ഞാടാൻ വിട്ട ഫഹദിനെ കാണാം. സിനിമക്കുള്ളിൽ തൻ്റെ തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കുകയും അതിനകത്ത് നിറയുന്നതുമാണ് ഫഹദിൻ്റെ രീതി. സിനിമകളുടെ നടപ്പ് രീതികളെ പൊളിച്ച കഥാപാത്രങ്ങളായി മാറാനുള്ള ഫഹദിൻ്റെ കഴിവാണ് മറ്റൊന്ന്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ നോക്കൂ, അതുവരെ പറഞ്ഞു വന്നതിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അതിലൊന്ന് കുടുംബ വ്യവസ്ഥയ്ക്ക് പാകമാവാത്ത കഥാപാത്രങ്ങളായി എത്തുന്നു എന്നതാണ്. ജോജിയും കുമ്പളങ്ങി നൈറ്റ്സും അതിന് ഉദാഹരണങ്ങളാണ്. അത്തരം കഥാപാത്രങ്ങളിൽ പ്രകടനം കൊണ്ട് മാന്ത്രികത തീർക്കാനും ഫഹദിനാവാറുണ്ട്. ഒട്ടും പരിചയമില്ലാത്തവരായി ഞെട്ടിക്കുമ്പോഴും മറുവശത്ത് നമുക്ക് ഏറെ പരിചയമുള്ളയാളായി മാറുന്ന ഫഹദിനെ കാണാം. പാച്ചുവും പ്രകാശനും ഇന്ത്യൻ പ്രണയകഥയിലെ കഥാപാത്രവും മലയൻകുഞ്ഞിലെ അനിക്കുട്ടനുമെല്ലാം നമുക്കിടയിൽ നിന്നുള്ളവരാണ്. അഭിനയിക്കുകയാണെന്ന് ഒട്ടും തോന്നാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ മാനറിസങ്ങളിൽ നമ്മുടെ അയൽപ്പക്കാരനായും പരിചയമുള്ളവനായി പ്രേക്ഷകന് എളുപ്പത്തിൽ അത് കണക്റ്റ് ആവുന്നു. ആവേശം ആഗോളതലത്തിൽ ആകെ 150 കോടിയുടെ തിളക്കവുമായി കുതിക്കുകയാണ്. ഇനി വരാനുള്ളത് പുഷ്പയുടെ 2ാം വരവാണ്. പുഷ്പക്ക് അങ്ങനെ ഒരു ഹൈപ്പ് ആദ്യമേ ഉണ്ട്. നടൻ അൽത്താഫിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഓടും കുതിര ചാടും കുതിരയാണ് ഫഹദിൻ്റെ ചിത്രീകരണം നടക്കുന്ന സിനിമ. മറ്റൊന്ന് കരാട്ടെ ചന്ദ്രനാണ്. പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു ചിത്രമാണ് കരാട്ടെ ചന്ദ്രൻ. മഹേഷിൻ്റെ പ്രതികാരത്തിൽ സംവിധായകൻ ദിലീഷ് പോത്തൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായ റോയിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ജെ ഹേഫയും വിപിൻ ദാസിൻ്റെ അടുത്ത ചിത്രത്തിൽ ഫഹദാണ് നായകൻ. തമിഴ് നടൻ SJ സൂര്യയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. തമിഴാണ് ഫഹദിൻ്റെ മറ്റൊരു തട്ടകം. മാമനന് ശേഷം വടിവേലുവിനൊപ്പം ടൈറ്റിൽ റോളിലെത്തുന്ന മാരീശൻ തുടങ്ങിയിട്ടുണ്ട്. രജനിയോടൊപ്പമുള്ള വേട്ടയ്യാണ് മറ്റൊരു തമിഴ് ചിത്രം. 2017 ഇർഫാൻ ഖാൻ പറഞ്ഞത് അഭിനേതാക്കൾ നായകന്മാരല്ല എന്നാണ്. താൻ സ്ക്രീനിൽ ചെയ്യുന്നത് എന്തും അത് പ്രത്യേകമല്ലെന്നും ആർക്കും ആ വ്യക്തിയാകാമെന്ന് പ്രേക്ഷകനെ അറിയിക്കുക എന്നതാണ് തൻ്റെ ശ്രമമെന്നും അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹദിനെയും ഇത്തരത്തിൽ ഒരു നടനായി കാണാം. ഫഹദ് എങ്ങനെയാണ് പാൻ ഇന്ത്യൻ നടനായി മാറുന്നതെന്നതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അയാളെന്ന നടനെ നിശ്ചിത ജോഗ്രഫിക്കുള്ളിലേക്ക് മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല എന്നതാണത്. 2ാം വരവിൽ അയാൾ തൻ്റെ ഉടലിനെ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്.